ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോഡേൺ സയൻസിലെ ഏറ്റവും ഫാസിനേറ്റിംഗ് ആയ ഒരു മേഖലയെക്കുറിച്ചാണ്. ജീവൻ എന്താണ്? ജീവൻ എങ്ങനെ ആരംഭിച്ചു? മനുഷ്യർക്ക് ഒരിക്കൽ ലബോറട്ടറിയിൽ ജീവൻ സൃഷ്ടിക്കാൻ കഴിയുമോ? ഈ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ ലോകമെമ്പാടുമുള്ള സയന്റിസ്റ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 2026 എത്തുമ്പോൾ സിന്തറ്റിക് ബയോളജി ഒരു സയൻസ് ഫിക്ഷൻ ആശയം മാത്രമല്ല, അത് റിയൽ സയന്റിഫിക് എഞ്ചിനീയറിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. സയന്റിസ്റ്റ്സ് ഇതുവരെ നോൺ ലിവിംഗ് കെമിക്കൽസ് ഉപയോഗിച്ച് പൂർണ്ണമായും സെൽഫ് സസ്റ്റെയിനിംഗ് ആയ ഒരു ലിവിംഗ് സെൽ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ അവർ അതിനോട് വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഒരു സെൽ എന്താണ്? പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് മൈക്രോസ്കോപ്പിക് ബബിൾ പോലെയാണ്. പക്ഷേ അതിന്റെ ഉള്ളിൽ ഒരു സിറ്റി പോലുള്ള പ്രവർത്തനങ്ങളുണ്ട്. എനർജി പ്രൊഡക്ഷൻ, വേസ്റ്റ് റിമൂവൽ, പ്രോട്ടീൻ മാനുഫാക്ചറിംഗ്, ഇൻഫർമേഷൻ സ്റ്റോറേജ് എല്ലാം നടക്കുന്നു. സയന്റിസ്റ്റ് ഈ കോംപ്ലക്സ് സിസ്റ്റമിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും റീബിൽഡ് ചെയ്യാനും ശ്രമിക്കുന്നു. സിന്തറ്റിക് സെൽ എന്നത് എന്താണ്? സിന്തറ്റിക് സെൽ എന്നത് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ലൈഫ് എന്നർത്ഥമല്ല, മറിച്ച് ജീവകോശത്തിന്റെ പ്രധാന ഘടകങ്ങളെ ലാബറട്ടറിയിൽ നിർമ്മിച്ച് അവയെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു എഞ്ചിനീയർഡ് സിസ്റ്റമാണ്. സയന്റിസ്റ്റ് സാധാരണയായി 4 പ്രധാന ഘടകങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു: സെൽ മെംബ്രെയിൻ, ജനറ്റിക് സിസ്റ്റം, പ്രോട്ടീൻ നിർമ്മിക്കുന്ന മെഷീനറി, എനർജി സിസ്റ്റം. ഈ 4 ഘടകങ്ങൾ ഒരുമിച്ച് സെൽഫ് സസ്റ്റെയിനിംഗ് ആയി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ട്രൂ ആർട്ടിഫിഷ്യൽ ലൈഫ് സാധ്യമാകൂ. ഇന്ന് റീസർച്ച് 2 വലിയ അപ്രോച്ചസ് ഉപയോഗിച്ചാണ് മുന്നോട്ടു പോകുന്നത്: ടോപ്പ് ഡൗൺ അപ്രോച്ച് ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച്. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ടോപ്പ് ഡൗൺ അപ്രോച്ച് ജീവനെ സിംപ്ലിഫൈ ചെയ്യുക. ഈ രീതിയിൽ സയന്റിസ്റ്റ് ഒരു എക്സിസ്റ്റിംഗ് ബാക്ടീരിയം എടുത്ത് അതിലെ അൺനെസസറി ജീൻസ് റിമൂവ് ചെയ്യുന്നു. ലക്ഷ്യം ജീവിക്കാൻ ആവശ്യമായ മിനിമം ജീൻസ് കണ്ടെത്തുക. ഈ മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ വർക്കാണ് JCVI മിനിമൽ സെൽ പ്രോജക്റ്റ്. സയന്റിസ്റ്റ് ഒരു ബാക്ടീരിയമിന്റെ ജീനോം കെമിക്കലി സിന്തസൈസ് ചെയ്തു. പിന്നീട് അതിനെ മറ്റൊരു സെല്ലിൽ ഇൻസേർട്ട് ചെയ്തു. ആ സെൽ പുതിയ സിന്തറ്റിക് DNA അനുസരിച്ച് പ്രവർത്തിച്ചു. ഇതൊരു റെവല്യൂഷണറി മോമെന്റ് ആയിരുന്നു, കാരണം ആദ്യമായി ഒരു സെൽ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത ജീനോം ഉപയോഗിച്ച് പ്രവർത്തിച്ചു. പിന്നീട് സയന്റിസ്റ്റ് മറ്റൊരു വലിയ ചോദ്യത്തിലേക്ക് നീങ്ങി: ജീവിക്കാൻ ഒരു സെല്ലിന് ഏറ്റവും കുറച്ച് ജീൻസ് എത്ര വേണം? ഇയേഴ്സ് ഓഫ് റീസർച്ചിന് ശേഷം അവർ ഒരു മിനിമൽ ജീനോം സെൽ നിർമ്മിച്ചു, ഏകദേശം 400 മുതൽ 500 ജീൻസ് മാത്രമുള്ളത്. അതിശയകരമായ കാര്യം എന്തെന്നാൽ ആ ജീൻസിൽ പലതിന്റെ ഫംഗ്ഷൻ പോലും ഇപ്പോഴും ഫുള്ളി മനസ്സിലായിട്ടില്ല. ഇത് നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു: ജീവൻ നമ്മൾ കരുതുന്നതിലും കൂടുതൽ കോംപ്ലക്സ് ആണ്. 2024 മുതൽ 2026 വരെ നടന്ന പുതിയ സ്റ്റഡീസ് മിനിമൽ സെൽസിന്റെ മെംബ്രെയിൻ പോലും സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. കുറച്ച് ലൈപ്പിഡ് മോളിക്യൂൾസ് മാത്രം ഉപയോഗിച്ച് സ്റ്റേബിൾ മെംബ്രെയിൻ ഉണ്ടാക്കാമോ എന്ന് സയന്റിസ്റ്റ് പരിശോധിക്കുന്നു. അതായത് ലൈഫിന്റെ ബെയർ മിനിമം ബ്ലൂ പ്രിന്റ് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ബോട്ടം അപ്പ് അപ്രോച്ച് കെമിസ്ട്രിയിൽ നിന്ന് ജീവൻ ബിൽഡ് ചെയ്യുക. ഇതാണ് സിന്തറ്റിക് ലൈഫിന്റെ അൾട്ടിമേറ്റ് ഡ്രീം. നോൺ ലിവിംഗ് മോളിക്യൂൾസ് എടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ഒരു സെൽ അസംബിൾ ചെയ്യുക. സയന്റിസ്റ്റ് ലിപ്പിഡ്സ് വെള്ളത്തിൽ ചേർക്കുമ്പോൾ അവ സ്വയം വെസിക്കിൾസ് ആയി മാറും. ഇത് സോപ്പ് ബബിൾ പോലെ ഒരു സ്ട്രക്ചർ ആണ്. ഇവയെ പ്രോട്ടോസെൽസ് എന്ന് വിളിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഡിസ്കവറിയാണ്, കാരണം മെംബ്രെയിൻ ഫോർമേഷൻ കെമിസ്ട്രി കൊണ്ടുതന്നെ നടക്കുന്നു. ഇപ്പോൾ സയന്റിസ്റ്റ് ഈ വെസിക്കിൾസിനുള്ളിൽ ജനറ്റിക് മെഷീനറി ചേർക്കുന്നു, DNA ചേർക്കുന്നു, RNA സിന്തസിസ് നടക്കുന്നു, പ്രോട്ടീൻ പ്രൊഡക്ഷൻ നടക്കുന്നു. അതായത് ടെസ്റ്റ് ട്യൂബ് ഉള്ളിൽ ഒരു സെൽ ലൈക്ക് ഫാക്ടറി പ്രവർത്തിക്കുന്നു. 2025 മുതൽ 2026 വരെ റീസർച്ചിൽ വലിയ ഫോക്കസ് ഉള്ളത് സെൽ ഫ്രീ ജീൻ എക്സ്പ്രഷൻ ആണ്. സെൽ ഇല്ലാതെ പോലും പ്രോട്ടീൻ നിർമ്മിക്കാൻ സയന്റിസ്റ്റിന് കഴിയുന്നു. ഇത് സിന്തറ്റിക് ബയോളജിയിലെ ഗെയിം ചേഞ്ചിങ് ടെക്നോളജിയായി മാറുന്നു. ഒരു സിസ്റ്റം ജീവൻ പോലെ ബഹേവ് ചെയ്യണമെങ്കിൽ എനർജി വേണം. ലിവിംഗ് സെൽസ് ATP എന്ന മോളിക്യൂൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ സയന്റിസ്റ്റ് വെസിക്കിൾസിനുള്ളിൽ ATP ജനറേറ്റ് ചെയ്യുന്ന കെമിക്കൽ പാത്വേസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. റീസെന്റ് സ്റ്റഡീസ് ആർട്ടിഫിഷ്യൽ മെറ്റാബോളിസം ക്രിയേറ്റ് ചെയ്യാൻ വലിയ പുരോഗതി കാണിക്കുന്നു. ഒരു ബബിൾ ഉള്ളിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. ഇത് സയൻസ് ഫിക്ഷൻ പോലെ തോന്നാം, പക്ഷേ ഇത് ലാബിൽ നടക്കുകയാണ്. ഒരു സെൽ ഗ്രോ ചെയ്ത് 2ആയി പിരിയണം. അതാണ് ലൈഫിന്റെ സിഗ്നേച്ചർ. പക്ഷേ ഡിവിഷൻ റീക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. സയന്റിസ്റ്റ് ബാക്ടീരിയൽ ഡിവിഷൻ, പ്രോട്ടീൻസ് വെസിക്കിൾസിനുള്ളിൽ അസംബിൾ ചെയ്ത് മെംബ്രെയിൻ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത് ഇപ്പോഴും ഫുള്ളി സോൾവ്ഡ് ആയിട്ടില്ല, പക്ഷേ പ്രോഗ്രസ് സ്റ്റഡിയാണ്. സിന്തറ്റിക് സെൽസ് സെൻസിംഗ് ചെയ്യാൻ പഠിക്കുന്നു. 2026 എക്സൈറ്റിംഗ് റീസർച്ച് ഡയറക്ഷൻസിലൊന്ന് ആർട്ടിഫിഷ്യൽ മെംബ്രെയിൻസിന് സിഗ്നൽ ഡിറ്റക്ഷൻ കഴിവ് നൽകുക. ഇമാജിൻ ചെയ്യൂ, ഒരു സിന്തറ്റിക് സെൽ പുറത്തുള്ള കെമിക്കൽ സിഗ്നൽ ഡിറ്റക്ട് ചെയ്യുന്നു, പിന്നെ അതനുസരിച്ച് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ബയോളജിക്കൽ കമ്പ്യൂട്ടിംഗ് പോലെയാണ്. ഫ്യൂച്ചറിൽ പ്രോഗ്രാമബിൾ സെൽസ് ഉണ്ടാകാനുള്ള സാധ്യത ഇതിലൂടെ വർദ്ധിക്കുന്നു. സിന്തറ്റിക് സെൽ റീസർച്ച് ഇപ്പോൾ മാനുവൽ എക്സ്പെരിമെന്റേഷൻ മാത്രമല്ല, മൈക്രോഫ്ലൂയിഡിക്സ് ഉപയോഗിച്ച് ആയിരക്കണക്കിന് വെസിക്കിൾസ് ഒരേ സമയം നിർമ്മിക്കാം. AI മോഡൽസ് ജീൻ നെറ്റ്വർക്ക്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നു.
കമ്പ്യൂട്ടർ സിമ്യുലേഷൻ വഴി സയന്റിസ്റ്റ്സ് എക്സ്പെരിമെന്റ്സ് ഡിസൈൻ ചെയ്യുന്നു. ബയോളജി സ്ലോലി എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനായി മാറുകയാണ്. ഇത് എന്തിനു ചെയ്യുന്നു? ചിലർ ചോദിക്കും. സിന്തറ്റിക് സെൽസ് ഉണ്ടാക്കി എന്ത് പ്രയോജനം? ആപ്ലിക്കേഷൻസ് എനോമസ് ആണ്. ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി, ക്യാൻസർ തെറപ്പി, എൻവയറൺമെന്റൽ ക്ലീനപ്പ്, കാർബൺ ക്യാപ്ചർ, സ്മാർട്ട് ബയോസെൻസേഴ്സ്, ആർട്ടിഫിഷ്യൽ ടിഷ്യൂസ്. ഫ്യൂച്ചറിൽ ഡാമേജ്ഡ് ഓർഗൻസ് റിപ്പയർ ചെയ്യുന്ന പ്രോഗ്രാമബിൾ സെൽസ് ഉണ്ടാകാം. പക്ഷേ റിസ്ക്സ് ഉണ്ട്. ഈ ടെക്നോളജി വളരെ പവർഫുൾ ആണ്. അതുകൊണ്ട് എത്തിക്കൽ ഗൈഡ്ലൈൻസ് വളരെ സ്ട്രിക്റ്റ് ആണ്. ബയോസേഫ്റ്റി പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്നു. സയന്റിസ്റ്റ്സ് കൺട്രോൾഡ് എൻവയറമെന്റ്സിൽ മാത്രമാണ് ഇത്തരം എക്സ്പെരിമെന്റ്സ് നടത്തുന്നത്. നമ്മൾ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ സയൻസ് ഒരു ഫാസിനേറ്റിംഗ് ബൗണ്ടറിയിലാണ്. സയന്റിസ്റ്റ് ജീവന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും വേർതിരിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. മെംബ്രെയിൻ, പോസിബിൾ ജനറ്റിക് സർക്യൂട്ട്സ്, പോസിബിൾ പ്രോട്ടീൻ സിന്തസിസ്, പോസിബിൾ എനർജി മോഡ്യൂൾസ്. ഇപ്പോൾ ചാലഞ്ചായി ബാക്കി നിൽക്കുന്നത് ഇവയെ ഒരുമിച്ച് സെൽഫ് സസ്റ്റെയിനിംഗ് സിസ്റ്റം ആക്കുക എന്നതാണ്. അത് സംഭവിക്കുന്ന നിമിഷം അത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ സയന്റിഫിക് ബ്രേക്ക് ത്രൂസിലൊന്നായിരിക്കും. ഒരു വലിയ ഫിലോസോഫിക്കൽ തിരിച്ചറിവ്. ഏകദേശം 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ കെമിസ്ട്രി ബയോളജിയായി മാറി. ഇന്ന് മനുഷ്യർ അതേ ട്രാൻസ്ഫർമേഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. സിന്തറ്റിക് സെൽ റീസർച്ച് വെറും ടെക്നോളജിയല്ല, അതൊരു വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ്. ജീവൻ എന്താണ്? ഒരു ദിവസം ലാബറട്ടറിയിൽ ആദ്യ ഫുള്ളി സിന്തറ്റിക് ലിവിംഗ് സെൽ ഉണ്ടാകുമ്പോൾ മനുഷ്യർ ആദ്യമായി പ്രകൃതി ഒരിക്കൽ ചെയ്ത അത്ഭുതത്തെ റെപ്ലിക്കേറ്റ് ചെയ്യും. അത് സയൻസിന്റെ ചരിത്രത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അതുവരെ സയന്റിസ്റ്റ്സ് ഒരു ബബിൾ, ഒരു ജീൻ, ഒരു റിയാക്ഷൻ എന്നിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ജീവന്റെ രഹസ്യം ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവൻ ഒരിക്കൽ പ്യോർ മിസ്റ്ററി ആയിരുന്ന ഒന്നാണ്. ഇന്ന് അത് എഞ്ചിനീയറിംഗ് ചാലഞ്ചായി മാറുകയാണ്.